നമ്മുടെ കൂടെ ആരൊക്കെയുണ്ട്? ഞാനുണ്ട്. ഓടി വെച്ചിരിക്കുന്നു. കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, അതാണ് നമ്മുടെ ദർശൻ. എൻ്റെ ചാനലിന്റെ കമന്റ് ബോക്സ് നിറച്ച് ദർശന്റെ ഫാൻ. അതെ, ദർശൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. കമന്റ് ഇടരുതെന്ന് അവൻ പറഞ്ഞു, പക്ഷെ നിങ്ങൾ ഇട്ടോ കുഴപ്പമില്ല. പിന്നെന്താ, നമ്മൾ ഇന്ന് എന്തിനാ ഗരുഡമാളി പോണേന്നറിയോ? എന്തിനാ സ്വരോസ്കി പോയി ഒരു ബ്രേസ്ലെറ്റ് നോക്കണം. ബ്രേസ്ലെറ്റ് എനിക്കല്ല, ബ്രേസ്ലെറ്റ് എനിക്കല്ല, എൻ്റെ കുഞ്ഞാനിക്ക് വേണ്ടിയിട്ടാണ്. അത് ഞാനല്ല മേടിക്കുന്നത്. പൈസ തരുന്നത് കുഞ്ഞാനിയുടെ പോലെയാണ്, ജോസ് കുട്ടി. അവന് മേടിക്കാൻ സമയം കിട്ടിയില്ല, സോ ഞാൻ പോയി നോക്കി. ഉണ്ടെങ്കിൽ മേടിക്കണം, ഇല്ലെങ്കിൽ മേടിക്കൂല. പിന്നെ ഞങ്ങൾ ഇതുവരെ ഗരുഡാമാളി പോയിട്ടില്ലായിരുന്നു, അപ്പോൾ ഇതതിനൊരു റീസൺ ആക്കി എടുത്ത് അങ്ങ് പോകുന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ആക്ച്വലി അതാണ്. അപ്പം ഇനി അവിടെ ചെന്നിട്ട് കാണാം. വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു സംശയം, ഇതാണോ ഗരുഡ മാൾ എന്നൊരു സംശയം. പക്ഷെ ഞങ്ങൾ കയറി. മുകളിലോട്ട് പോകേണ്ട വഴിയാണ്. എവിടെയെങ്കിലുമൊക്കെ പോകണ്ടേ? പൂന്തോട്ടോ? വന്നപ്പോഴത്തേക്ക് നമ്മൾ സ്വരോസ്കി കയറാൻ പോവുകയാണ്. ഓക്കെ, എവിടെ നിങ്ങളുടെ സ്റ്റാർക്കില്ലല്ലോ? ഇല്ല. വേണ്ട, കൈ പിടിക്കാം. ഗിഫ്റ്റ് കിട്ടി ഗൈസ്, ഗിഫ്റ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ സ്വരോസ്കിയിൽ നിന്നും മേടിച്ചു. അവർ ആ ചേട്ടനോട് പറഞ്ഞു ബർത്ത്ഡേക്ക്, ഇപ്പം ഞാൻ സ്വരോസ്കി മെമ്പർ ആയതുകൊണ്ട് ബർത്ത്ഡേക്ക് ആകുമ്പം, ബർത്ത്ഡേ മന്ത് ആകുമ്പം എനിക്ക് എന്ത് വാങ്ങിയാലും 25% ഓഫ് കിട്ടും. ഞാൻ എന്തെങ്കിലും മേടിക്കും, ഉറപ്പായിട്ടും മേടിക്കും. ടു ബി ഹോണസ്റ്റ്, ഞങ്ങൾക്കാർക്കും ഗരുഡമാൾ ഇഷ്ടമായില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഫീനിക്സിലെ സ്വരോസ്കിനേക്കാളും വലുതായിരുന്നു ഇവിടുത്തെ സ്വരോസ്കി. ഫീനിക്സിലൊരു കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു, ഇത് കുറച്ചുകൂടെയും വലുതായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഓൾറെഡി ഓൺലൈൻ നോക്കിയിട്ടാണ് വന്നത്. ഓൺലൈൻ നോക്കിയ സാധനം എല്ലാം വാങ്ങിയത്, വേറെ മേടിച്ചത്. പക്ഷേ ഓക്കെ, അപ്പം നമ്മളിവിടെ കറങ്ങാണ്. ഇഷ്ടപ്പെടാത്ത വരുന്നേ ഉള്ളൂ, ഇവിടെ വെസ്റ്റ് സൈഡ് വരുന്നേ ഉള്ളൂ. അയ്യോ, അവരെ കാണാനില്ല. ദർശൻ പോയിട്ടുണ്ടമ്മേ. ഇപ്പൊ പോയത് ഞാൻ. ദർശന്റെ ഫേവറേറ്റ് സ്പോട്ടാണ് ഗൈസ്. എല്ലായിടത്തും ഒന്ന് ഞെരുവിരിയുള്ളൂ, പക്ഷെ ഒന്നും വാങ്ങിക്കില്ല. വൺ പീസ് ഉണ്ടടാ, കുറെ ഉണ്ട്. അതങ്ങനെ ഉണ്ട് ഇടും, വൃത്തിയിട്ടോ. ഈ സീസൺ കാണിച്ചാ? അയ്യോ, ഞാൻ ഉദ്ദേശിച്ചു ഇനി ഇറങ്ങാൻ പോണേപ്പോ ഏതാ? അപ്പൊ ഇതല്ല ഗൈസ്, വേറെ അറ്റാക്ക് ഓൺ ടൈറ്റൻ ഫുൾ ഉണ്ട്. ഇല്ല, ഇതുപോലെ തരുമായിരിക്കും ചോദിച്ചാ, ബോക്സിലാക്കി ഫുള്ള്. ഞങ്ങൾ ഒരു പിള്ളേരെ ടോയ് കടയിൽ കയറി ഗൈസ്. പിന്നെ രാജുവിനെ നീ എപ്പോഴും ഷെഡിയിടാണ്ട് കണ്ടത്.
കൊടുത്തായിരുന്നു. ഓ എനിക്കിത് വേണം. പക്ഷെ സോഫ്റ്റ് അല്ല. സോഫ്റ്റ് അല്ല. ഗൈസ്, എൻ്റെ പഴയ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ പിന്നെയും കണ്ടു. നല്ല രസമില്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ദർശനം എടുത്തോണ്ട് പോകുന്നു. ഇതൊക്കെ എനിക്ക് കൊച്ചുണ്ടാകുമ്പം ആരെങ്കിലും മേടിച്ചോണ്ട് വരണം, എന്നിട്ട് ഞാനിരുന്ന് കളിക്കും. എങ്ങനെയുണ്ട്? അപ്പം എനിക്കിതൊക്കെ കിട്ടും. എനിക്കാരും മേടിച്ചു തന്നില്ല. എൻ്റെ തോർ നിങ്ങളുടെ സ്റ്റാർക്ക് ഉണ്ട്. പക്ഷെ ഇതിലെന്താ തോറില്ലാത്ത? ഇത് തോർ തന്നെ വേലയുണ്ട്. ഇവിടെ ഒന്നും കൊള്ളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫുഡ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഐ മീൻ ഫുഡ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാനിത് മേടിച്ചു. ഇവർ ന്യൂട്ടെല്ല നിർവ്വാണ ചോക്ലേറ്റ് തെറാപ്പി എന്താ ബ്രേക്ക് ടൈം ബ്ലിസ്സോ അത് മേടിച്ചു. ദർശൻ പറഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ഗരുഡാമളി വന്നിട്ട് ഇവിടെ ഒരു കോപ്പുമില്ല. എല്ലാത്തിനും കാരണം ആ മായാനി, വേറെ ആരും. എന്നിട്ട് അവൻ പറയാ എല്ലാത്തിനും കാരണം ഞങ്ങളാ ഗരുഡാമളിലേക്ക് വന്നേന്ന്. ഞങ്ങൾ മര്യാദക്ക് സൊരോസ്കി ഗോപാലമാളിലുണ്ടായിരുന്നു. ഞങ്ങൾ മര്യാദക്ക് ഗോപാലമാളിൽ പോയാണ്. ഒരൊറ്റരുത്തായി. അതെ, ഇവൻ പറഞ്ഞു ഇവൻ ഗരുഡാമാളി വന്നിട്ടുണ്ട്, ഐവിക്ക് വന്നതോ പൊളി മാളാന്നൊക്കെ പറഞ്ഞ് പിടിച്ചോണ്ട് അതാ ഒന്നുമില്ല അവിടെ. അതെ, ഇതാണ് എന്റെ കണ്ണൊക്കെ ഉണ്ട് അതിന്. This was my combo. Yo. നായി വാല പേര് സാമുന്റെ നായവാല. ക്യാപ്പുച്ചീനോ എനിക്ക് ഭയങ്കര കയ്പായിരുന്നു, അതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. എൻ്റെ ക്യാപ്പുച്ചീനോ അവള് കുടിക്കുന്നു, എന്നിട്ട് അവളുടെ ബ്രൗണി ഞാൻ തന്നു. ദർശൻ എന്തോ മണം അടിച്ച് അവിടുന്ന് ഇങ്ങാണ്ട് വന്നപ്പോൾ എന്തോ ഒരു മണം വന്നു. അപ്പോൾ അവന് നമ്മൾ പെട്ടെന്ന് പോകുന്നോണ്ട് അവൻ ആ മണം എടുക്കാൻ പറ്റാത്തോണ്ട് ഈശ്വര ലിഫ്റ്റ് കയറാൻ നിന്നതായിരുന്നു. ചമ്മിപ്പോയി ലിഫ്റ്റ് നിറച്ച ആൾക്കാർ. അത് ഇവൻ ആ മണം വേണം, അവൻ ആ മണം ഒന്ന് മണക്കട്ടെ. അവൻ ആ മണം ഒന്നുകൂടെ മണത്തിട്ട് ആ മണം എന്തായിരുന്നു എന്നറിയണം. അതെ, അതിനു വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരൊരാഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണം. മണത്താ അപ്ലോഡ് ഒന്നല്ല ഞാൻ അവന് കിട്ടിയില്ല. ദർശന്റെ കൂട്ടുകാരനെ കാണാൻ പോവാ. അതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ട് ഷോപ്പിങ്ങിന് പോവാ. ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ നമ്മളെത്തി. എന്നോട് ആമി മോള് പറഞ്ഞു വൈറ്റ് എടുക്കരുത്. അതും വെള്ളയാടി, അത് കൊള്ളാം.
ഞാനൊരു ചെരുപ്പ് കണ്ടിട്ട് പാകമായിട്ട് അതിന് ഹീലില്ല. എനിക്ക് ഈ ടോപ്പ് ഇഷ്ടമായി, ഓഫീസിലിടായിരുന്നു. പക്ഷെ ഇതിലെന്തൊക്കെയോ പറ്റിയിരിക്കും. ഇത് മാത്രം എസ്സിലുള്ളൂ, ബാക്കിയെല്ലാം ലാർജ് അവിടെ കിടക്കുന്നത്. എനിക്കിഷ്ടപ്പെടുന്നതിനൊന്നും സൈസും കാണില്ല, സൈസ് ഉള്ളതൊന്നും എനിക്കിഷ്ടാവത്തുമില്ല. ഞാനിത് മേടിച്ചു. 299 ഉള്ളൂ 4 കൂടെ. ഐ ലൈക്ക് ഇറ്റ്. ഈ സെർച്ചിങ് ഫോർ കമ്മൽസ് ഞാൻ എടുത്തു. ഇതും തരണന തരണന തിരന. അല്ല ഇതും നല്ലതാ, പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായി. പക്ഷെ ഞാൻ അത്രയും വലുതിട്ടാ പിന്നെ എൻ്റെ കാർഡ് കാണില്ല. ഞാൻ കുറച്ച് ഡ്രസ്സ് എടുത്തു എന്ന് വെച്ചാൽ ട്രയൽ ചെയ്യാനെടുത്തു. ട്രയൽ ചെയ്യാൻ പോവാ. ബിക്കോസ് താഴെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം മുകളിൽ തിരക്കില്ല എന്ന് അവളുമാർ പറഞ്ഞുകൊണ്ട് ഞാൻ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കാം. അങ്ങനെ ഞങ്ങൾ വെസ്റ്റേഡിയിൽ നിന്ന് സ്റ്റുഡിയോയിൽ എത്തി. വെസ്റ്റേഡിയിൽ നിന്ന് ഞാൻ ഒന്നും മേടിച്ചില്ല, കാരണം ഞാൻ ഓൾറെഡി കുറച്ച് ഓൺലൈനിൽ വന്ന് മേടിച്ചു. അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പക്ഷേ ഞാൻ ചിലപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് മേടിക്കും. അത് നല്ലതല്ല, അപ്പം ഞെക്കിയെടുക്കാമല്ലോ. ഹാൻഡ് വാഷ് പുറത്ത് വന്നപ്പോഴേക്കും ഫേസ് ഇവിടെ ബോഡി വാഷ് മണത്ത് നോക്കുന്നു. അതിങ്ങനെ മണക്കണ്ടേ? മണപ്പിക്കണം എല്ലാവരെയും. ഇത്രേ ഉള്ളൂ. ഇവിടെ കളക്ഷൻസ് പോരാ. എൻ്റെ ബോഡി വാഷ് മണക്കണം. നീ ആ സ്റ്റുഡിയോ ഒന്നും കണ്ടില്ല എന്ന് തോന്നുന്നു. നിവ്യ തൃപ്തിയായ എടി ഇത് മണത്ത് നോക്ക്. ഇതോ രസം തിളക്കമുണ്ട്. ആ പാഷൻ ഫ്രൂട്ട് എന്താ അതിന്റെ മുകളിലത്തെ സാധനം എന്ത്? അത് മണക്കാൻ വെച്ചിട്ടുണ്ടോ? അത് നല്ലതാ. പിന്നെ ഫ്രീ ആയിട്ട് തരാൻ നമ്മുടെ മാമിന്റെ കടയിലല്ലോ. ഇതൊക്കെ 3 മാസം കുളിക്കാം. അതെ. അവിടെ മണത്ത് കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ വേറെ നോക്കാൻ പോവാം. ഇവിടെ ഒരു ഭയങ്കര പൊടി, എനിക്ക് ചുമയാണ്. എനിക്ക് ചുമ തന്നെ. വേറെ ഒന്നെടുത്തു, വേറെ എടുത്തു. അതൊക്കെ ഇനി ഇതൊക്കെ ഇട്ട് കുളിച്ച് തിളങ്ങി ഇറങ്ങി വരും. ഇതിനകത്തുണ്ട് ഗ്ലിറ്ററൊക്കെ ഉണ്ട്. നീ തിളങ്ങിയിട്ട് വന്നാൽ മതി. എനിക്ക് കാണൂടി, നമ്മൾ തപ്പിപ്പരുത്. എല്ലാവരും അതെടുത്തോ. അതിൻ്റെ അർത്ഥം എന്താ? അത് നല്ലതാ. എനിക്കൊരു വലിയ മണ്ടാല ആർട്ടുകാരിയായുണ്ട്. മണ്ടാല വരയ്ക്കാൻ മുക്ക് തപ്പുന്നു. അതെ. കാളൻ സാധാരണ റിക്കാണല്ലോ. ഇഞ്ചി ചതയ്ക്കാൻ എത്ര തുള്ളി കിട്ടിട്ട് ഇടിക്കാനായിരിക്കും. ഇത്ര കുഞ്ഞു സാധനം കണ്ടോ, ഇതിനകത്ത് ഇത് വരുന്നില്ല. അതിന്റെ പേര് നല്ല വില ഉണ്ട്. ഇതിന്റെ പേരാണ് വുഡൻ ദുട്ട. നല്ല പേര്. അതെങ്ങടാ പോണേ? അത് പഴം മേടിക്കാൻ പോയതാ. എൻ്റെ കൊച്ച് കഷ്ടപ്പെട്ട് വണ്ണം വയ്ക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇത് പഴമൊക്കെ ആയിട്ട്. അത് മണത്ത് നോക്കിക്കേ, നമ്മുടെ പഴം തന്നെയല്ലേ. ഒരു പെടല പഴം. അത് സെപ്പറേറ്റ് ബില്ല് ചെയ്യണോന്നൊരു സംശയം ഉണ്ടല്ലോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഇപ്പം ഡെഡ് ഉണ്ടല്ലോ പറഞ്ഞാല് നമ്മൾ വഴി തെറ്റി. കൊള്ളാം.
ഇതൊക്കെ കൊള്ളാം കൊള്ളാം. നേരെ തന്നെ നടന്നു. എന്താ സാധനം? തിരി. എന്ത് തിരി? എടി തിരി. ക്യാൻഡിൽ. ചോ കുഞ്ഞു തവ മുട്ട വരിക്കും. കറങ്ങി കറങ്ങി ഞങ്ങൾ വന്നിടത്തോടെ തന്നെ വന്നോണ്ടിരിക്കും. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി വെസ്റ്റ് സൈഡിൽ കയറി. എനിക്ക് അവിടെ നിന്നിട്ട് ചുമയോട് ചുമ, ഭയങ്കര ചുമ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അവന്മാരവിടെ ബില്ല് പേ ചെയ്യാൻ നിൽക്കും. അവിടെ ഭയങ്കര പൊടി. എനിക്ക് ചുമച്ചിട്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ പോകും. അങ്ങനെ നമ്മൾ അതെ ഊബറിന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ദർശനം വന്നോ? ആവോളം നമുക്ക് ആ ചെയറിലിരിക്കാം. ഓടി പോവാ ചെയർന്ന് പറഞ്ഞിട്ട്. വെസ്റ്റ് സൈഡിന്റെ പുറത്ത് വന്നിരുന്ന് വീണ്ടും കളക്ഷൻ. ആ ഉടുപ്പ് നല്ലതെന്ന് പറയുന്ന ഞങ്ങൾ നിറച്ച ആൾക്കാരാ. ഇഷ്ടമായില്ല. കമ്പിത്തിരി പൂവാണോ? പോ. അപ്പാ പോയോ? ആ നമുക്ക് പൂവല്ലേ? അല്ല പൂവല്ല, നട്ടാ പോ. മനസ്സ് ആ ചേച്ചി അവിടെ എന്തോ ചവിട്ടി പൊട്ടിച്ച് ഒച്ച ഞാൻ കേട്ടു. നിങ്ങൾ കേട്ടോ? ഞാനില്ലേ. ഫൈനലി നമുക്ക് ഊബർ കിട്ടി. സോ നമ്മൾ പോവാണ്. ഒരു ടാറ്റ. ബൈ.